വിഷയം ജഡ്ജിമാരുടെ ബെഞ്ചസിനെ കുറിച്ചാണ്. അതായത് ടൈപ്സ് ഓഫ് ജഡ്ജസ് ബെഞ്ചസ് ഇൻ ഇന്ത്യ ആണ്. അതിൽ 4 തരത്തിലുള്ള ബെഞ്ച് ഉണ്ട്. സിംഗിൾ ജഡ്ജ് ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഫുൾ ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്. ഇതിൽ സിംഗിൾ ജഡ്ജ് ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജ് മാത്രമായിരിക്കും. ലെസ് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണത് ഈ സിംഗിൾ ജഡ്ജ് ബെഞ്ചിലായിരിക്കും. പ്രധാനമായും കീഴ്ക്കോടതികളാണ് സിംഗിൾ ജഡ്ജ് ബെഞ്ചിൽ ഉണ്ടായിരിക്കുന്നത് കാണുക. പിന്നീട് പറയുന്നത് ഡിവിഷൻ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുമ്പോൾ 2 ജഡ്ജസ് ആയിരിക്കും ഉണ്ടാവുക. അവർ ഹാൻഡിൽ ചെയ്യുന്നത് മോഡറേറ്റ്ലി കോംപ്ലക്സ് ആയിട്ടുള്ള കേസസ് ആയിരിക്കും. പിന്നെ ഹൈക്കോടതിയിൽ ഈ അപ്പീൽ മാറ്റേഴ്സിലൊക്കെ ആയിരിക്കും ഡിവിഷൻ ബെഞ്ച് കൂടുതലായും ഹാൻഡിൽ ചെയ്യുക. പിന്നെ പറയുന്നത് ഫുൾ ബെഞ്ച്. ഫുൾ ബെഞ്ച് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 3 ജഡ്ജസ് ഉണ്ടായിരിക്കും. അവർ കോംപ്ലക്സോ സിഗ്നിഫിക്കൻ്റ് ആയോ കേസസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലുമാണ് ഈ ഫുൾ ബെഞ്ച് കാണുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്ന് പറഞ്ഞാൽ 5 അതിലധികമോ ജഡ്ജസ് ഉണ്ടായിരിക്കും. മിനിമം 5 ജഡ്ജസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 7 ജഡ്ജസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജഡ്ജസും ഉണ്ടായിരിക്കും. ഇവർ കൂടുതലും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അതായത് ഭരണഘടനാപരമായി ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് കേസിനെ വിടുക. അത്തരം കൂടുതൽ സുപ്രീം കോടതികളിലാണ് ഇത്തരം കേസുകൾ കാണുന്നത്.